ഹായ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു കോയിൻ കളക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണോ? കോയിൻ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ പഴയതും പുതിയതുമായ പല നാണയങ്ങളും കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ആളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട നാണയമാണ്. കാരണം ഞാൻ ഇന്നിവിടെ പറയാൻ പോണേ കോടികൾ വിലമതിക്കുന്ന 5 നാണയങ്ങളെ കുറിച്ചുകൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒരു നാണയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കോടീശ്വരനാണ്. കൂടാതെ ഇതിലൊരു ഇന്ത്യയിലുള്ള ഒരു നാണയം കൂടെ ഉണ്ട്. ആ നാണയം നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. വളരെ റെയർ ആണെങ്കിൽ കൂടെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ പണ്ട് ആ കോയിന് കണ്ടതായിട്ടൊരു ഓർമ്മ എനിക്ക് ഇപ്പോഴുണ്ട്. അപ്പോൾ ആ നാണയം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ എങ്ങനെ വിൽക്കാം എന്നുള്ള കാര്യം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞതും ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിലെ ആദ്യത്തെ നാണയം 1913 ലിബർട്ടി ഹെഡ് നിക്കിളാണ്. 1913 എന്ന് പറയുമ്പോൾ ഏകദേശം 112 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്ക ഇറക്കിയ ഒരു നാണയമാണ് ലിബർട്ടി ഹെഡ് നിക്കിൾ. 2018 ഈ ഒരു നാണയം സ്റ്റാക്ക് ബോവർ ഗാലറീസ് എന്ന് പറയുന്ന നാണയങ്ങളുടെ ഓപ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം അന്ന് നടന്നൊരു ഓപ്ഷനിൽ വിറ്റുപോയത് ഏകദേശം $4.5 മില്യൺ. ഇന്നത്തെ വില അനുസരിച്ച് പറയുമ്പോൾ 37 കോടി രൂപക്ക്. ഈ ഒരു കോയിന് വളരെ റെയറാണ്. അവർ പറയുന്നത് ഇപ്പോൾ 5 എണ്ണം മാത്രമേ നിലവിലുള്ളൂ. ഈ 5 എണ്ണത്തിൽ കുറച്ച് മുന്നേ ഒരു നാണയം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആ നാണയം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ നാണയം 1804 സിൽവർ ഡോളർ കോയിൻ. 1804 എന്ന ഈ നാണയത്തിന്റെ കൂടെ പറയുന്നുണ്ടെങ്കിലും ഈ നാണയം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് 1834 അമേരിക്കയിലാണ്. ഈ നാണയത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത് കിങ് ഓഫ് കോയിൻസ് എന്നാണ്, നാണയങ്ങളുടെ രാജാവ്. ഈ നാണയം 2016 നടന്ന ഒരു രഹസ്യ ലേലത്തില് വിറ്റുപോയത് ഏകദേശം $7.6 മില്യൺ. ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം 63 കോടി രൂപക്ക്. ഈ നാണയവും വളരെ റെയറാണ്. അവർ അവകാശപ്പെടുന്നത് ഏകദേശം 15 എണ്ണം മാത്രമേ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. നമ്മളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ നാണയം എന്ന് പറയുന്നത് എഡ്വാർഡ് III ഫ്ലോറിൻ എന്ന് പറയുന്ന നാണയമാണ്. ഈ നാണയമാണ് നമ്മളുടെ ലിസ്റ്റിലെ ഏറ്റവും പഴക്കം ചെന്ന നാണയം. ഏകദേശം 680 വർഷങ്ങൾക്ക് മുന്നേ ഇംഗ്ലണ്ടിലാണ് ഈ നാണയം നിർമ്മിച്ചിട്ടുള്ളത്. 680 വർഷം എന്ന് പറയുമ്പോൾ 1343 ഈ നാണയം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു നാണയം കൂടെയാണ്. 2006 ഒരു രഹസ്യ ലേലത്തിൽ തന്നെ ഈ നാണയം വിറ്റുപോയത് ഏകദേശം $30 മില്യൺ. ഇതിൻ്റെ കൂടെ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. $30 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ നാണയം 2006 ഒരു ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ആളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു ട്രഷർ ഹണ്ടറാണ്. ട്രഷർ ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദികളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ. ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചുകൊണ്ടാണ് അയാളന്ന് ട്രഷർ ഹണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ആൾക്ക് ഈ നാണയം അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെയാണ് ഈ നാണയം വിറ്റുപോയത് നേരത്തെ പറഞ്ഞ പോലെ $30 മില്യൺ. അപ്പോൾ 30 മില്യൺ എന്ന് എത്ര കോടി രൂപയാണെന്ന് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ ഒരു നാണയം വളരെ റെയറാണ്. നമ്മളുടെ ലോകത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെ 3 എണ്ണം മാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി പറയാൻ പോണ നാണയം നിങ്ങളുടെ കയ്യിലും ചിലപ്പോൾ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം ഇതൊരു ഇന്ത്യയിലുള്ള നാണയമാണ്. ആ നാണയത്തിൻ്റെ പേര് കൊമമറേറ്റീവ് 5 റുപ്പി 2008 പ്ലാറ്റിനം കോയിൻ. 2008 RBIയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി ഇന്ത്യ നിർമ്മിച്ച ഒരു ചരിത്രമാണെന്നാണ് ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ അന്ന് ആകെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് 500 5 രൂപ നാണയങ്ങൾ മാത്രമായിരുന്നു. 2017 to 2019 കാലയളവിൻ്റെ ഇടയിൽ ഈ ഒരു നാണയം വിറ്റുപോയത് 7.5 ലക്ഷം രൂപക്കാണ്. ഈ നാണയം നിങ്ങളുടെയോ നിങ്ങളുടെ കൂട്ടുകാരുടെയോ കയ്യിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു നാണയത്തിൻ്റെ വളരെ അധികം ഉള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്യുവർ പ്ലാറ്റിനമാണ്. 99% ഇത് പ്ലാറ്റിനം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മളുടെ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ കോയിൻ 1933 ഡബിൾ ഈഗിൾ കോയിൻ. ഒരു നാണയത്തിന് ഒരുപാട് കഥകളൊക്കെ ഉള്ള നാണയമാണ്. 1933 അമേരിക്ക നിർമ്മിച്ച ഒരു നാണയമാണിത്. പ്യുവർ ഗോൾഡുമാണ്. അന്ന് 4,45,500 നാണയങ്ങളായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഫറൂഖ് രാജാവ് ഈ നാണയം ഈജിപ്തിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വാല്യൂ കുറക്കാൻ വേണ്ടി കണ്ട് ഇതൊരു കളക്റ്റീവ് കോയിൻ ആണെന്നൊക്കെ പറഞ്ഞു കണ്ട് ലാസ്റ്റ് അമേരിക്ക ബാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു നാണയം 2021 ഒരു രഹസ്യലേലത്തിൽ തന്നെ വിറ്റ് പോയത് ഏകദേശം $18.9 മില്യൺ. ഇന്നത്തെ വില അനുസരിച്ച് ശരിക്കും നിങ്ങൾ ഞെട്ടും. 158 കോടി രൂപ. ഈ ഒരു കോയിന് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് ശേഷം ഒരാളെനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ആണോ റിയൽ ആണോ അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ അധികം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാനും പോയിട്ടില്ല. ഈ ഒരു നാണയം വളരെ റെയറാണ്. ഇതിൻ്റെ വിൽക്കലും വാങ്ങലും ഒക്കെ US ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറേ നാണയങ്ങൾ അവരെന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞ 5 നാണയങ്ങളിൽ ഏതെങ്കിലും ഒരു നാണയം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്ത്യയിലുള്ള ആ ഒരു 5 രൂപ കോയിന് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് വിൽക്കേണ്ട രീതി, കോയിൻസ് വിൽക്കേണ്ട പല വെബ്സൈറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. അതിൽ വളരെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾ അന്വേഷിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിൽ നിങ്ങൾക്കൊന്ന് ഇട്ട് നോക്കാം. അല്ലെങ്കിൽ ഈ കോയിൻസൊക്കെ നല്ല വില കൊടുത്ത് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ സമീപിച്ചാലും നിങ്ങൾക്കത് വിൽക്കാൻ പറ്റും. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഒരുപാട് പേര് കോയിൻസ് മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരാരും ഇത് മേടിക്കാൻ പോകില്ല. കാരണം അവർ വെറുതെ ഒരു കഥ മെനഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് നടക്കുക മാത്രമേ ചെയ്യുക. അതിൻ്റെ ലാസ്റ്റിക്കൊക്കെ എത്തുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒന്നിലും പറ്റിക്കപ്പെടാതെ ഇരിക്കാൻ വളരെയധികം സൂക്ഷിക്കുക. ഞാൻ ഒരു വെബ്സൈറ്റും ഇവിടെ റെക്കമെൻഡ് ചെയ്യാത്ത, അത് എത്രത്തോളം ജെന്യുവിൻ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.